ഇന്ന് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 2 കപ്പ് പച്ചരി 3 മണിക്കൂർ നേരം വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇതിലേക്ക് 4 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 3 ഏലക്കയും 1 കപ്പ് ചോറും ചേർത്തിട്ട് ചെറിയ തരികളോട് കൂടി അരച്ചെടുക്കാം. ഇതേ ഒരു കട്ടിയിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ കഷ്ണം കൊത്തിയെടുത്തിട്ട് ഈ കളറാകുമ്പോൾ കോരി മാറ്റിയിട്ട് മാവിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കാം. ഇതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ എള്ളോ കരിഞ്ജീരകോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള അപ്പക്കാരം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.